നമ്മുടെ രാഷ്ട്രപിതാവ്, എല്ലാവരുടെയും ബാപ്പുജി, സത്യം, അഹിംസ എന്നിവയിലൂന്നിയ ലളിത ജീവിതം. 1948 ജനുവരി 30 ആ മഹാത്മാവ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. രാഷ്ട്രത്തിന് വേണ്ടി ബലിയർപ്പിച്ച ഈ ദിനമാണ് ഓരോ രക്തസാക്ഷിയെയും അനുസ്മരിച്ച് കടന്നുപോകുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സുപ്രധാന ഏടുകളായിരുന്നു ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള സത്യഗ്രഹ സമരങ്ങൾ. ബ്രിട്ടീഷുകാരുടെ തോക്കുകൾക്കും പീരങ്കികൾക്കും മുന്നിൽ സത്യവും അഹിംസയും സമരായുധങ്ങളാക്കി അനേകായിരം അനുയായികൾക്കൊപ്പം അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുൻനിരയിൽ നിലകൊണ്ടു. അത്തരത്തിൽ നടന്ന ഒരു സമരമാണ് ഉപ്പ് സത്യാഗ്രഹം. കടൽവെള്ളം വറ്റിച്ച് കുറുക്കിയെടുക്കുന്ന ഉപ്പിന് പോലും നികുതി ചുമത്തിയ ബ്രിട്ടീഷുകാരുടെ കിരാത നിയമത്തിനെതിരെ നടത്തിയ സമരം. ആ സമരത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ദണ്ഡി കടപ്പുറത്തെത്തി കടൽവെള്ളം കുറുക്കി ഉപ്പുണ്ടാക്കി ഉപ്പ് നിയമം ലംഘിച്ചു. ആ സംഭവത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാലോ. 1930 മാർച്ച് 12 പ്രഭാതം. സബർമതി ആശ്രമത്തിൽ നെഹ്റുവും സരോജിനി നായിഡുവും അടക്കം നിരവധി പേർ ഒത്തുകൂടിയിരിക്കുന്നു. അവരോട് ഗാന്ധിജി പറഞ്ഞു, ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ശരീരം സമുദ്രത്തിന് സമർപ്പിക്കും. ഈ ഒരു പിടി ഉപ്പ് ശക്തിയുടെ പ്രതീകമാണ്. ഉപ്പ് പിടിച്ച ഈ മുഷ്ടി തകർത്തേക്കാം, എന്നാലും ഈ ഉപ്പ് വിട്ടുകൊടുക്കുകയില്ല. ഇങ്ങനെയുള്ള നിരവധി സഹന സമരങ്ങളിലൂടെയും രക്തസാക്ഷിത്വങ്ങളിലൂടെയും നേടിയതാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീരദേശാഭിമാനികളുടെ ഓർമ്മകൾക്ക് മുൻപിൽ കണ്ണീർ പ്രണാമം.